ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശബരിമലയ്ക്ക് ഇന്ന് പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അവർക്കും നമുക്ക് ഭഗവാന്റെ അയ്യപ്പസ്വാമിയുടെ സ്തോത്രങ്ങൾ എല്ലാം ഏകമാണ്. നമുക്ക് അതും ചൊല്ലണം. അത് നമുക്ക് തന്നെ നാമം എല്ലാം പരമാത്മാവിനെ കൊണ്ടാണല്ലോ ഞാൻ എഴുതുന്നത്. അത് തന്നെയാണല്ലോ എല്ലാം ഈശ്വരമയമല്ലേ, സർവമയം തത്വമസി. അപ്പോൾ നമുക്ക് അയ്യപ്പ ഭഗവാനെ കൊണ്ടൊരു നാമം ചൊല്ലിയിട്ട്, അതായത് ഓങ്കാരനാഥ തന്നെ, അതാണല്ലോ പരമാത്മാവ്. എല്ലാം ഈശ്വരൻ ഏകനാണ്. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാം. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം ശബരീശ. ഓങ്കാരനാഥ നമസ്തേ നമോ നമ. സച്ചിദാനന്ദമൂർത്തേ നമോ നമ. സർവവിശ്വൈകനാഥ നമോ നമ. കാത്തുകൊള്ളണേ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാം. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം ശബരീശ. പാരിതിൽ അങ്ങു തന്നെയാണാശ്രയം, മറ്റാരും ഗതിയില്ല മഹേശ്വര. ഭൂതലത്തിൽ മരുവും കാലത്തോളം കാത്തുകൊള്ളണേ. എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ. ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം ധർമ്മശാസ്താവേ പാഹിമാം പാഹിമാം. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം ശബരീശ. സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു പോകല്ലേ ദൈവമേ. ആനന്ദ സ്വരൂപ നിന്നുടെ മക്കൾ ആനന്ദ കുട്ടികൾ. ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ. ആനന്ദം പരമാനന്ദം ഈശ്വര. സർവമക്കളും അങ്ങയെ വാഴ്ത്തുന്നു. സഹസ്രകോടി പ്രണാമം. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാം. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം ശബരീശ. സ്വാമി ശരണമയ്യപ്പ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ശബരിമലയിൽ പോകുന്ന ഈ എല്ലാ ലോകത്തുള്ള സർവ്വ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അയ്യപ്പസ്വാമിയിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് രാമായണം ഇന്നിടാം. രാമ 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 രാമ. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം. രാമ രാമ പാഹിമാം മുകുന്ദ രാമ പാഹിമാം. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് ഗുഹൻ ലക്ഷ്മണനോട് പറയുന്നു, ശ്രീരാമദേവൻ, അതായത് ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നത് കണ്ടില്ലേ ലക്ഷ്മണ. അതായത് ദുഃഖം കലർന്ന് ബാഷ്പാകുലനായി സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. കണ്ടില്ലേ ഈ വൃക്ഷച്ചുവട്ടിൽ ഇങ്ങനെ കിടക്കുന്നത്. കാരണം ഇവിടെ ഇന്നലെ വരെ, അതായത് കഴിഞ്ഞ കാലങ്ങൾ എവിടെ കിടന്നേ,
രാജധാനിയിലല്ലേ, കൊട്ടാരത്തിലല്ലേ, മാളിക മൂർധനിയിൽ നല്ല കട്ടിലും മെത്തയിലും ഒക്കെ അല്ലേ സ്വർണ്ണ തൽപ്പത്തിലല്ലേ കിടന്നത്. ഇപ്പോൾ ഇങ്ങനെ വന്ന് കിടക്കുന്നത് ആരാ കാരണക്കാര്? കൈകേയും മന്ധരയാണെന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ പറയുന്നു, ഭദ്രമതേ ശൃണുമത് വചനം, രാമഭദ്രനാമം ജപിച്ചിടുക. അങ്ങനെയൊന്നും അല്ല സംഭവം. അതുകൊണ്ട് ശ്രീരാമൻ തലേന്ന് രാത്രി അവിടുന്ന് പോരുന്നതിന് മുന്നേ ആയിട്ട് ദേഷ്യം സഹിക്കവയ്യാത്ത ദേഷ്യം ലക്ഷ്മണൻ ഉണ്ടായിരുന്നു. എനിക്ക് ശൗര്യമുണ്ട്, ആരെ വധിച്ചിട്ടായാലും ശ്രീരാമന് രാജ്യാഭിഷേകം ചെയ്തു കൊടുക്കാനുള്ള ശൗര്യമുണ്ട്, ആചാര്യനായാലും തെറ്റ് ചെയ്താൽ ശാസിക്ക തന്നെ വേണം എന്ന് പറയുമ്പോൾ ശ്രീരാമ ഭഗവാൻ നല്ല ഉപദേശങ്ങൾ കൊടുത്ത് ലക്ഷ്മണന്. അപ്പോൾ മനസ്സിലായി ഇത് സാക്ഷാൽ പരമാത്മാവാണ് ശ്രീരാമദേവൻ എന്ന് മനസ്സിലാക്കി. ദേവിയാണ്, ഭഗവതിയാണ് സീതാദേവി. ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇതൊക്കെ ഇവിടെ സംഭവിക്കേണ്ടതാണ് എന്ന് ഉൾക്കാഴ്ചയുണ്ടായതുകൊണ്ട് ഇവിടെ അതുപോലെ ഉള്ള ഗുഹനോട് പറഞ്ഞു കൊടുക്കുന്നത് ഇത് തെറ്റാണ്, അങ്ങനെയൊന്നും അല്ല സംഭവം. അതിനാണ് രാമനാമം ജപിക്കുക എന്ന് പറയുന്നത്. ഭദ്രമതേ, അതായത് ഗുഹനോട് സുഹൃത്തേ, ശൃണ് കേൾക്കൂ, മത് വചനം, എൻ്റെ വചനം മനസ്സിലാക്കൂ, രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. നമ്മളിത് മനസ്സിലാക്കണം. എന്ത് വന്നാലും ഇതൊക്കെ വരേണ്ടുന്നതാണ്. നമ്മൾ അതിനെ ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് ഭജിക്കുക, എപ്പോഴും ഭഗവാനെ ഭജിക്കുക. എന്തോ തെറ്റുകൾ ചെയ്തോ അല്ലെങ്കിൽ സുഹൃതം ചെയ്തോ എന്തോ ആയിക്കൊള്ളട്ടെ, നമുക്ക് വരേണ്ടുന്നതെല്ലാം സത്യത്തിൽ അതെല്ലാം സംഭവിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലോട്ടൊന്നും ശ്രദ്ധ പോകാതെ ഈശ്വരനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനിയെങ്കിലും വരും കാലങ്ങളിൽ, വരും ജന്മങ്ങളിലും ഇനി അങ്ങോട്ടങ്ങോട്ട് നാളേക്കുള്ള കാര്യത്തിന് വേണ്ടി നമ്മളെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുക, നമ്മളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. ഭഗവാനെ, ഇന്നലെ വരെ എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, ഇനിയുള്ള കാലം നമുക്ക് നന്മ കൊണ്ട് ജീവിക്കണം എന്ന് നമ്മൾ. അതുകൊണ്ടാണ് ഭദ്രമതേ വചനം കേൾക്കൂ, ഞാൻ പറയുന്ന മനസ്സിലാക്കൂ, അത് ശ്രീരാമഭദ്രനാമം ജപിക്കൂ. കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ, കസ്യ സുഖസ്യ വാ കോപി ഹേതു സഖേ. അതായത് ത്രിലോകത്തിലും ജഗത്രയം, ത്രയം 3 ജഗത്ത്, ഈ ലോകത്തിലെ 3 ലോകത്തിലും ഒരാളുടെ ദുഃഖത്തിന് മറ്റൊരാൾ കാരണമാകുന്നില്ല. എൻ്റെ ദുഃഖത്തിന് ഞാൻ തന്നെയാണ് കാരണക്കാരൻ അല്ലെ കാരണക്കാരി, വേറൊരാളാകുന്നില്ല. കാരണം നമ്മുടെ കർമ്മഫലമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിദ്വാൻ, ഒരു ജ്ഞാനി അത് മനസ്സിലാക്കും. അല്ലാത്തവരാണ് പറയുന്നത്, ഓ ഞാൻ സുഖം വരുമ്പോൾ അത് പറയത്തില്ല. എനിക്കിപ്പോൾ സുഖം ഉണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരാണ് എനിക്ക് സുഖം തന്നെ നമ്മൾ പറയത്തേയില്ല. നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ സുഖം അനുഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കും. ദോഷം വരുമ്പോൾ മാത്രം വല്ലവൻ്റെ തലേ കൊണ്ടിടും. അപ്പോൾ പാടുണ്ടോ? രണ്ടും ഒരുപോലെ അല്ലേ? നമ്മുടെ കർമ്മഫലമല്ലേ? അതെന്താ അറിയാത്തത്? അത് ആരറിയുന്നു? ഒരു വിദ്വാൻ അതറിയുന്നു, ഒരു ജ്ഞാനി, ഭക്തൻ. അതുകൊണ്ട് ഒരാളുടെ എൻ്റെയോ മറ്റൊരാളുടെ ദുഃഖത്തിന് വേറൊരാൾ കാരണക്കാരനാകുന്നില്ല. ആരുടെയും സുഖത്തിന് മറ്റൊരാൾ കാരണമാകുമോ? അപ്പോൾ സുഖത്തിന് കാരണമാകുമോ? ദുഃഖത്തിന് കാരണമാകുമോ? അപ്പം ആരുടെയും ദുഃഖത്തിന് ഒരാൾ കാരണമാകുന്നില്ല എങ്കിൽ പിന്നെ സുഖത്തിന് കാരണമാകുമോ? ഇല്ല. രണ്ടും ഒരുപോലെയാണ്. നമ്മളെ പ്രവൃത്തി പോലെയാണ് നമ്മുടെ നന്മയും തിന്മയും എല്ലാം വരുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, കസ്യ ദുഃഖസ്യ കോ ഹേതുർ ജഗത്രയേ, ആർക്കും മറ്റൊരാൾ ദുഃഖമാകുന്നില്ല. അതുപോലെ തന്നെ ആരുടെ എങ്കിലും സുഖത്തിനും മറ്റൊരാൾ കാരണമാകുമോ? ഇല്ല. രണ്ടും ഒരുപോലെയാ. ദുഃഖത്തിന് കാരണമാകുന്നില്ല, സുഖത്തിനും കാരണമാകുന്നില്ല. സുഖത്തിന് കാരണം ഉണ്ടെങ്കിൽ ദുഃഖത്തിന് കാരണമാകും. നമുക്ക് ഒരിക്കലും നമ്മൾ പറയുന്നില്ല നമ്മുടെ സുഖം മറ്റൊരാൾ തന്നതാണെന്ന്. നമ്മുടെ കർമ്മഫലം നമുക്ക് തന്നെ അറിയാം. അത് പക്ഷെ ദുഃഖം വരുമ്പോൾ രാത്രിയും പകലും ഒരുപോലെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അത് ഈ ലോക നിയമമാണ്, പ്രപഞ്ചത്തിൻ്റെ തീരുമാനം അതല്ല. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട, ശ്രീരാമനാമം ജപിക്കൂ. ആരുടെയും ദുഃഖത്തിന് മറ്റൊരാൾ കാരണമാകുകയില്ല. അതുപോലെ തന്നെ ആരുടെ സുഖത്തിനും മറ്റൊരാൾ കാരണമാകുന്നില്ല. ഏക ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന് ആരും ഉൾക്കാമ്പിൽ ഓർത്തു കണ്ടാലില്ല നിർണയം. ദുഃഖത്തിനും സുഖത്തിനും ദാനം ആരും ഇതുവരെയും കണ്ടിട്ടില്ല. എൻ്റെ ദുഃഖം നിങ്ങൾക്ക് ദാനമായിട്ട് തരട്ടേന്നോ, സുഖം വേണമെങ്കിൽ കുറച്ച് സമ്പത്തെല്ലാം കൊടുത്ത് അത് അവരുടെ കർമ്മഫലം മേടിക്കാൻ അങ്ങനെ ഒരു സുഖം കിടപ്പുണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പം ഞാൻ ആർക്കെങ്കിലും, ഇപ്പം ലുലു മുതലാളി ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. അത് എന്താ, അവിടെയുള്ള അമ്മമാർക്ക് ഈശ്വരൻ വിചാരിച്ചതുകൊണ്ടാണ് അവരുടെ നന്മ, അവരുടെ സുഖം അവരനുഭവിക്കാനുള്ളതാണത് മറ്റുള്ള കൊണ്ട് ചെയ്യിക്കുന്നു. അതും എങ്ങനെയാണ് അവർ ചിന്തിക്കേണ്ടത്? അവരുടെ കർമ്മഫലം ഈശ്വരൻ അവർക്ക് കൊടുക്കുന്നു. അതാരിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതല്ല, ഈശ്വരനാണ് കൊടുക്കുക. അത് ലുലു മുതലാളിയായി നിന്നും കൊണ്ട് ഈശ്വരൻ അദ്ദേഹത്തെ കൊണ്ട് പ്രവർത്തിക്കുന്നു.
അത് അവർക്ക് സുഖം അനുഭവിക്കാൻ അവർ കർമ്മം ചെയ്ത് വെച്ചതുകൊണ്ടാണ്. എങ്ങനെ കിട്ടണം? അനാഥാലയത്തിൽ പോയി നിന്നുകൊണ്ട് ഈ സുഖം അനുഭവിക്കണം എന്ന് ഈശ്വരൻ നിശ്ചയിച്ച് അവരുടെ കർമ്മഫലം കൊണ്ട്. അതുകൊണ്ടാണ്. എന്നാൽ എല്ലാവരും എന്താ അവിടെ പോയി എത്തിപ്പിടിക്കാത്ത? റോഡിൽ എത്രയോ പേര് കഷ്ടപ്പെടുന്നു. അപ്പോൾ അവിടെ ചെന്ന് അനുഭവിക്കാൻ അവർക്ക് യോഗം കിടന്നുകൊണ്ടാണ്. അവിടെ ഈശ്വരനായിട്ട് ഈ ലുലു മുതലാളിയെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു എന്നാണ്. അതുപോലെ ഏകൻ മമ സുഖദാതാ ജഗതി, മറ്റേകൻ മമ ദുഃഖദാതാ വിധി വൃഥാ തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നമ്മളേക്ക് ഒരാൾ ദുഃഖം തരുന്നെന്നും ഒരാൾ സുഖം, അതൊക്കെ നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്. അത് തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഒരു ബുധൻ, ഒരു വിദ്വാൻ അങ്ങനെ ഒരിക്കലും തോന്നുകയില്ല. ദുഃഖവും സുഖവും അവരവരുടെ കർമ്മഫലമാണെന്ന് ഒരു വിദ്വാൻ മനസ്സിലാക്കും. ഞാനിതിനിന്ന് കർത്താവെന്ന് തോന്നുന്നു മാനസതാരിൽ വൃഥാ അഭിമാനേന കേൾ, ലോകം നിജ കർമ്മസൂത്രബന്ധം സഖേ. ഇത് പറഞ്ഞു കൊടുക്കാൻ, കാരണം ഒന്നും അറിയാത്തൊരു ഗുഹനാണ്. അപ്പോൾ കാരണം പകൽ അവിടെ രാത്രി ശ്രീരാമനും സീതയും ഉറക്കമായപ്പോൾ ഇവർ തന്നെ കാവൽ നിൽക്കുക. ശ്രീരാമന് അവിടെ കിടക്കുന്നത് എങ്ങനെയാ? സഹോദരൻ തന്നെ പച്ചിലകളും പിന്നെ ദർഭപുല്ലെ കൊണ്ടൊന്ന് വിരിച്ച് വൃക്ഷമൂലയെ കിടക്കുകയാണ്. ഇങ്ങനെയാണോ കിടക്കേണ്ടുന്നത്, തലേന്നവരെ എങ്ങനെയാണോ അവർ കിടന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ശ്രീരാമനാമം ജപിക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇന്നലെ വായിച്ചതാണ്. അങ്ങനെ മാനസതാരിൽ വൃഥാഭിമാനേന. അപ്പോൾ അന്ന് നേരം വെളുക്കോളം ഉപദേശം കൊടുക്കാൻ ഞാൻ കർത്താവാകുന്നെന്ന്. കാരണം ഈ ഒരു കർമ്മം നിറവേറ്റി കൊടുക്കുമ്പം കർത്താവാണല്ലോ. അറിയാൻ വയ്യത്തന്നെ പറഞ്ഞു കൊടുക്കുന്നതും ഒരു കർമ്മമല്ലേ. അപ്പോൾ കർമ്മം ചെയ്യുന്നതും കർത്താവാണല്ലോ. അപ്പോൾ ഞാൻ ഇതിനിന്ന് ലക്ഷ്മണൻ പറയുന്നു കർത്താവെന്ന് തോന്നുന്നു. മാനസതാരിൽ വൃഥാഭിമാനേന കേൾ. അതുകൊണ്ട് ഞാനിതെല്ലാം ആ ഗുഹന് പറഞ്ഞു കൊടുക്കാം. ഞാനിതിന്ന് കർത്താവാണ്. ഇത് മനസ്സിലാക്കാൻ അഭിമാനം, വൃഥാ വേണ്ടാത്ത ചിന്തകൾ, അഭിമാനം എന്ന് വെച്ചാൽ ഞാനെന്ന ഭാവം അങ്ങനെയൊക്കെയുള്ള എല്ലാം കളഞ്ഞ് അഭിമാനത്തെ കളഞ്ഞിട്ട് ഇത് കേൾക്കൂ, ഞാൻ പറഞ്ഞു തരാന്നാ. ലോകം നിജകർമ്മസൂത്രബന്ധം സഖേ കൂട്ടുകാരാ, സുഹൃത്തേ, ഈ ലോകം, ഈ പ്രപഞ്ചം നിജകർമ്മസൂത്രം ആണ്. സൂത്രം വെച്ചാൽ ഒരു ചരട്, അത് ബന്ധിച്ചിട്ടേക്കുക. നമ്മളെല്ലാവരുടെയും കർമ്മഫലങ്ങൾ എന്താണ് ഒരു ദിവസം ചെയ്യുന്ന പുണ്യവും പാപവും എല്ലാം ഒരു ചരടിൽ കെട്ടി ബന്ധിച്ചിട്ടേക്കുക. അതെങ്ങും പോകത്തില്ല. അത് അതിൽ തന്നെ കിടക്കും. നമുക്കത് എത്ര ജന്മം ജനിച്ചാലും അതിങ്ങനെ കൂടിക്കൂടി വരുന്നതനുസരിച്ച് നമ്മൾ ജനിച്ചുകൊണ്ടേയിരിക്കും കർമ്മഫലം. അതിനാണ് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക. ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് അനുഭവം വരത്തില്ല, കെട്ടിയിടത്തില്ല. ഇതിവിടെ നമ്മൾ തന്നെ നമുക്ക് വേണം, ആഗ്രഹിച്ചാണ് കർമ്മം ചെയ്യുന്നത്. പാപമായാലും പുണ്യമായാലും നമുക്ക് ഇത് വേണം. നമുക്ക് എന്താ ഒരു പൊങ്കാല അല്ലെങ്കിൽ ഒരു നല്ലൊരു യാഗം നടക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹോമം നടന്നത്, എനിക്ക് ഇന്നത് സാധിക്കാനാ. അപ്പോൾ അത് ബന്ധനമല്ലേ. അത് ഒരു ചരടി, ആ ചെയ്ത പുണ്യവും ചരടി കെട്ടിയിടും. എന്തിനാ? വരും കാലങ്ങളിൽ നമുക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാൻ അത് കെട്ടിയിടും. അതുപോലെ തന്നെ ഒരു പാപം ചെയ്യുന്നു, അതും നമുക്ക് വേണ്ടാന്ന് വെച്ചാലും പുണ്യത്തിൻ്റെ ഫലം ആഗ്രഹിക്കുന്നത് കൊണ്ട് പാപത്തിൻ്റെ ഫലം അതുപോലെ കിട്ടും. അതുകൊണ്ട് രണ്ടും വേണ്ടെങ്കിൽ അതിനെ ചിന്തിക്കാതെ ഈശ്വരാർപ്പണമായി ചെയ്താൽ നമുക്ക് ഒരു പുണ്യവും വേണ്ട പാപവും വേണ്ട. അപ്പം ബന്ധനസ്ഥനാവത്തില്ല, ഈ സൂത്രത്തിൽ കെട്ടിയിടത്തില്ല. ഇതെന്താ? അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങൾ നിജ കർമ്മസൂത്ര ബന്ധം. സൂത്രം ഒരു ചരടിൽ ഇങ്ങനെ കെട്ടി കിടക്കുക, ഒരു മാല പോലെ കോർത്തം കിട്ടേക്കുക. അതിങ്ങനെ പോക അനുഭവിച്ചുകൊണ്ട് സുഖമാണെങ്കിൽ സുഖം അനുഭവിക്കുക, ദുഃഖം വരുമ്പോൾ ദുഃഖം, ഇങ്ങനെയാണ്. അതുകൊണ്ട് ഭോഗങ്ങളും നിജ കർമാനുസാരികൾ. നമ്മൾ ഇവിടെ കാണിക്കുന്ന ഈ ഭോഗങ്ങളൊക്കെ നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം കൊണ്ടാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് മിത്ര ആരി ദാസീന ബാന്ധവ ദ്വേഷ മധ്യസ്ഥ സുഹൃജന ഭേദ ബുദ്ധിഭ്രമം ചിത്തമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ. ഇതൊക്കെ ചിത്തമത്രേ നമ്മുടെ മനസ്സിൽ നിരൂപിച്ചാലോ, ഇത് മിത്രങ്ങളും ശത്രുക്കളും ദാസി ബന്ധം, ഇതൊക്കെ ദേഷ്യങ്ങൾ, മധ്യസ്ഥ സുഹൃജന ഭേദ ബുദ്ധി ഭ്രമങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിൽ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ, ഇതൊക്കെ നമ്മുടെ കർമ്മങ്ങൾ. എത്ര വിഭാവ്യതയെ തത്ര യഥാതഥ. അതായത് എവിടെ സങ്കല്പിക്കപ്പെടുന്നു അവിടെ അപ്രകാരം ആയിത്തീരും. നമ്മൾ സങ്കല്പമങ്ങ നമ്മളെ ഭാവനയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈശ്വരാർപ്പണമായി ചെയ്യുക, ഒന്നും മനസ്സിൽ വേണ്ട. ഇതൊക്കെ നമുക്ക് ഈ കാണുന്ന ഇവിടെ എന്തൊക്കെ ഭൂമിയിൽ ചെയ്യുന്നു ഇതെല്ലാം മനസ്സുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മനസ്സിരുത്തി ചെയ്യുന്നു. നമ്മൾ അരി അടുപ്പിടുമ്പോൾ ഇത് അരിയാണ് അടുപ്പിടുന്നത്, അതിനകത്ത് തന്നെ ശ്രദ്ധ. കാരണം വേകുമ്പം കഞ്ഞി കുടിക്കാം, അല്ലെങ്കിൽ ചോറ് കഴിക്കാം, കറി ഇന്നതുപോലെ വെക്കുന്നു. ഇതൊക്കെ മനസ്സിൻ്റെ ഭാവന, അത് നമ്മൾ കഴിച്ചേ പറ്റൂ. അതിന് മുമ്പായിട്ട് നമ്മൾ മരിച്ചു പോയാൽ എന്ത് വരും? ആ മനസ്സിൻ്റെ കർമ്മ ആ ചരടി കെട്ടിയിട്ടേക്കും. അയ്യോ, ആഗ്രഹിച്ച് കഞ്ഞി വെച്ചതല്ലേ, കുടിച്ചില്ലല്ലോ, മരിച്ചു പോണല്ലോ. അപ്പോൾ എന്താ വരുന്നത്?
ആ ചരട് സൂത്രമാകുന്ന ചരട് അതും കൂടെ കെട്ടിയിടും. അപ്പോൾ ഇന്നപ്പോൾ അത് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയി. അപ്പോൾ അടുത്ത ജന്മം ഈ കഞ്ഞി കുടിക്കാനായിട്ട് ആ സൂത്രത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കുക, ബന്ധിച്ചിട്ടേക്കുക. കാരണം മനസ്സ് ബന്ധിച്ചു പോയി. അതേസമയം എന്തോ കർമ്മങ്ങൾ ചെയ്യുന്നു, ഈശ്വര ഭഗവാനെ ആരാധിച്ചുകൊണ്ട് അരിയെടുപ്പ് ഇടുന്നു, കറി വെക്കുന്നു, എല്ലാം ഈശ്വര നാമവും ചെയ്തു നോക്ക്. ഇതൊക്കെ അപ്പം നമ്മുടെ ഉള്ളിൽ ആര് ചെയ്യും? ഈശ്വരൻ ചെയ്യും. അത് നമുക്ക് ബന്ധമുണ്ടോ? ഇല്ല. മനസ്സവിടെ പോയില്ല. നമ്മുടെ മനസ്സാണ് എല്ലാം കാരണം. മനസ്സ് അതിലേക്ക് ശ്രദ്ധ വന്നാൽ അതാണ് ബന്ധനം. മനസ്സില്ലാതെ ഞാനിതൊന്നും ചെയ്യുന്നില്ല, ഇതെല്ലാം പരമാത്മാവ് ഓം നമോ നാരായണായ എന്ന് പറഞ്ഞ് ചെയ്യൂ. അപ്പോൾ ചെയ്യുന്നതെല്ലാം ഈശ്വരനാണ്. അപ്പോൾ നമുക്ക് ബന്ധമില്ല. അതേ ഉള്ളൊരു മാർഗം ഇതിന്. ഈ മുക്തനാവാൻ, ഈ കർമ്മത്തിൽ നിന്ന് മുക്തി വേണമെങ്കിൽ ഈശ്വരാർപ്പണമായി ഈശ്വരനെ സേവിച്ചുകൊണ്ട് ചെയ്യുക. അത് മാത്രമേ, അല്ലാതെ ഒരു കാരണവശാലും ഗുണദോഷങ്ങൾ നമ്മൾ ബന്ധിച്ച് തന്നെ ഇട്ടേക്കുക മനസ്സുകൊണ്ട്. അതുകൊണ്ട് ശരീരം പോയാലും അതെവിടെയെങ്കിലും കെട്ടിയിട്ടതെല്ലാം അത് അനുഭവിക്കാനായിട്ട് ഭൂമിയിൽ ജനിച്ചേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യുന്നതെല്ലാം ഇപ്പം ഈ ചെയ്യുന്നത് പോലും ഇത് ഒരു കർമ്മമാണല്ലോ. ഈ വായന ഇതുപോലും ഇത് ഞാൻ ചെയ്യല്ല, ഇതെന്നെ ദൈവം എൻ്റെ ശരീരത്തിലിരുന്ന് ചെയ്യിക്കുന്നു, ഞാൻ ഈശ്വരാർപ്പണമായി ചെയ്യുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഞാൻ നാളെ കൊടുത്തില്ലല്ലോ എന്ന് എനിക്ക് ചിന്ത വരത്തില്ല. ഞാൻ ഇന്ന് കണ്ടതിനെ ഇപ്പോഴങ്ങ് ചെയ്ത് തീർക്കും, നാളേക്കുള്ളത് എൻ്റെതല്ല. അങ്ങനെ ആഗ്രഹം വെച്ചേക്കരുത്. വെച്ചതാ ഞാൻ അതിനാഹം വെച്ച് തീർന്നു പോയാൽ ഇതിൻ്റെ ബാക്കി ഞാൻ അവർക്ക് നാളെ കൊടുത്തില്ലല്ലോ എന്ന ചിന്ത ഉള്ളിലുണ്ടാകും. അതിനു വേണ്ടി പിന്നെ ജനിക്കണ്ടേ? ഒരു നല്ല കാര്യമാണെങ്കിൽ ജനിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതേ നമ്മൾ തിന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ എനിക്ക് ഇന്ന് നല്ലപോലെ ഇറച്ചിയും കൂട്ടിയെ കഴിക്കണം, കോഴിയൊക്കെ കൊല്ലണം, അതുപോലെ ദുഷ്കർമ്മിയായിട്ട് വരത്തില്ലേ അടുത്ത ജന്മം ആഗ്രഹം കിടക്കുമ്പോൾ? ഇതുകൊണ്ട് പുണ്യപ്രവർത്തി നമുക്ക് ആയാലും നമുക്ക് നിവർത്തിയുണ്ട്. നല്ലൊരു ജന്മം ജനിക്കാം, നല്ലൊരു ബ്രാഹ്മണനായിട്ട്, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനിയായിട്ട്. ബ്രാഹ്മണ കുലമെന്നല്ല എൻ്റെ അർത്ഥം, ഒരു ബ്രഹ്മത്തെ, അതായത് ബ്രഹ്മം ഉള്ളിലാകുന്ന ഒരാളായിട്ട് നമുക്ക് ജനിക്കാം. അപ്പോൾ ഇതിനേക്കാൾ ഉപരി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നമുക്കുണ്ടായി വരും. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ചിത്തമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതയെ തത്ര യഥാ തഥ. അതുകൊണ്ട് എവിടെ നമ്മൾ എന്താണ് നമ്മളെ മനസ്സിൽ സങ്കല്പിക്കുന്നത് അത് അവിടെ അപ്രകാരമായി തീരുന്നു. ഇന്ന് തീർന്നില്ലേ നാളെ തീരും. ഇന്ന് നമുക്കിന്ന് അനുഭവിക്കുന്ന മുമ്പ് പോയാൽ ജന്മത്തിൽ നമ്മൾ വന്നിരുന്ന് ബാക്കി ചെയ്തേ പറ്റൂ. അതുകൊണ്ട് പറയുന്നു, ദുഃഖസുഖം നിജ കർമ്മവശഗതം ഒക്കെ എന്ന് ഉൾക്കാമ്പ് കൊണ്ട് നനച്ച് നമ്മുടെ മനസ്സ് ചിന്തിക്കണം. ഈ ദുഃഖവും സുഖവും നിജ കർമ്മവശഗതമാണ്. നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം. ആർക്കും ഒരു ദോഷവും ഇവിടെ മന്ധരയോ കൈകയോ ആരും ഒരു ദോഷവും ചെയ്യുന്നില്ല. നമ്മുടെ കർമ്മവശഗതമാണ്. അതുകൊണ്ട് ദുഃഖസുഖം നിജ കർമ്മവശഗതമൊക്കെ എന്ന് ഉൾക്കാമ്പ് കൊണ്ട് നനച്ച് നമ്മുടെ മനസ്സിലാക്കണം. ഇത് നമുക്ക് തന്നെ ഉള്ള അവസ്ഥയാണ്, നമ്മൾ വരുത്തി കൂട്ടിയതാണ്, ഞാൻ തന്നെയാണ് ഇതിന് കാരണക്കാരി അല്ലെങ്കിൽ കാരണക്കാരൻ. ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് യദ്യദാഗതം തത്ര കാലാന്തരേ തത്തൽ പൂജിച്ച് അതിസ്വസ്ഥമായി വാഴണം. അതുകൊണ്ട് യദ്യദാഗതം, അതായത് ഇവിടെ വരുന്നതെല്ലാം പുണ്യമായാൽ അത് നന്മയായാലും സന്തോഷമായാലും ദുഃഖമായാലും എന്താണ് വരുന്നത് നമുക്ക് വന്നുകൂടുന്നത്, അത് കാലാന്തരേ തത്തൽ പുതിച്ച് നമ്മൾ അനുഭവിക്കണം. ആരെയും പഴിക്കണ്ട. സന്തോഷമായിട്ട് ദുഃഖമാണോ സന്തോഷം, സുഖമാണോ സന്തോഷം, രണ്ടിലും ഒരേ അവസ്ഥ. അതുകൊണ്ട് തത്തൽ പുജിച്ച് അതിസ്വസ്ഥനായി വാഴണം, സമാധാനത്തോടു കൂടി വാഴണം. അപ്പോഴൊക്കെ സമാധാനം കിട്ടും. അറിവ് വരുമ്പോൾ സമാധാനം ഉണ്ടാവില്ലെങ്കിൽ നീറും. ഈ ദുഃഖം അനുഭവിക്കുമ്പോൾ എന്ത് വരും? എനിക്കിത് അവനങ്ങാണ്ട് എന്തോ ഇല്ല, അപ്പുറത്തവൻ ചെയ്തതാ അല്ലെങ്കിൽ ഇപ്പുറത്തവൻ ചെയ്തതാ, ആരോ പ്രാവ്യത. അപ്പോൾ അതും നമ്മൾ ഉള്ളിൽ കിടന്ന് നീറും. വെറുതെ വൃഥ എന്ന് വെച്ചാൽ വെറുതെയാണ്, ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ നീറി നമ്മൾ നശിക്കണ്ട, സന്തോഷമായിരിക്കണം. എന്തൊരാനന്ദം നമുക്ക്. ഇപ്പോൾ ദുഃഖം വന്നോ, ഞാൻ ചെയ്ത ദുഃഖത്തിൻ്റെ ദോഷത്തിൻ്റെ അനുഭവമാണ്, കഴിഞ്ഞോട്ടെ, തീരട്ടെ. അത് കഴിയുമ്പോൾ ദുഃഖം തീരും, സുഖം വരുമല്ലോ. സന്തോഷിക്കുക, ആനന്ദിക്കുക. അപ്പോൾ നമുക്ക് ഹൃദയത്തിനകത്ത് ഉരുവോ? എങ്ങും നീറത്തില്ലല്ലോ, നമ്മൾ ചെയ്തതിൻ്റെ അല്ലേ, സന്തോഷമായിട്ട് അനുഭവിക്കാമല്ലോ. അങ്ങനെയാണ് നമുക്ക് ആനന്ദം ഉണ്ടാകുന്നത്. എല്ലാത്തിനും നമ്മൾ ആനന്ദം കണ്ടെത്തുക. അത് അയ്യോ എനിക്കിതാ ഇന്ന് തലവേദന, അല്ലെങ്കിൽ എനിക്ക് നെഞ്ചുവേദന, അല്ലെങ്കിൽ ഇതാ ഹാർട്ട് അറ്റാക്ക് വരുന്നു, അതവൻ പ്രാവ്യത അല്ലെങ്കിൽ ആഭിചാരം എന്തോ ക്ഷുദ്രോ ഒക്കെ ചെയ്തതാ എന്നും പറഞ്ഞ് പിന്നെ വരുന്ന അറ്റാക്കിൻ്റെ കൂടെ ഒത്തിരികൂടെ അങ്ങ് സംഭവിക്കും. ഭയന്നിട്ട് അപ്പോഴേ തീരും. സന്തോഷിച്ച് നോക്കൂ, നമ്മളൊരു നെഞ്ചുവേദന ഒന്ന് സന്തോഷിച്ച് നോക്കുക. എൻ്റെ കർമ്മദോഷം വരുന്നത് വെച്ച് കാണാം, ഓണം എങ്ങ് ചെല്ലട്ടെ എന്ന് നമ്മൾ കരുത്, അത് പമ്പ കിടക്കും ആ അസുഖം. അങ്ങനെയാണ് നമ്മൾ ആത്മീയമായി നിറയുന്ന ഒരു വ്യക്തിക്ക്, ഒരു ജ്ഞാനിയായ ഒരു വിദ്വാന് മനസ്സിലറിയുക. ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങൾ അതിനാ വച്ചേക്കുന്ന ഈശ്വരൻ.
ഈശ്വരൻ നമുക്ക് വേണ്ടിയാ ഇതൊക്കെ ഇവിടെ അച്ചടിച്ച് വെച്ചേക്കുന്നത്. നമ്മളിത് പഠിക്കണം. പഠിക്കുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകും. എല്ലാത്തിനും നമ്മൾ തന്നെയാണ് കാരണക്കാരൻ. നമ്മൾ ആരെയും പഴിക്കത്തില്ല. ദൈവമേ ഞാൻ എന്തൊക്കെ ചെയ്തു പോയി, അനുഭവിക്കാം. ഈശ്വരനെ അപ്പോഴും രാമനാമം ഭജിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. എന്താ? ആശ്വാസം കിട്ടും, ആനന്ദമാകാം, ഏത് ദുഃഖത്തിലും ആനന്ദിക്കാം. അല്പമൊക്കെ വിഷമങ്ങൾ ഉണ്ടാകും, കാരണം എന്താ, നമ്മൾ ചെയ്തതല്ലേ, കർമ്മഫലം അനുഭവിച്ചല്ലേ പറ്റൂ. അത് സ്വസ്ഥമായി വാഴണമെന്നാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഔഷധം. എന്തിനും ഔഷധമാണ് ശ്രീമദ് ഭാഗവതവും രാമായണവും എല്ലാം. ഭഗവത് കാര്യങ്ങളെല്ലാം നമുക്ക് മരുന്നാണ്. ഏത് അസുഖത്തിനും മനസ്സമാധാനത്തിനും ശാന്തിക്കും എല്ലാം നമുക്ക് ഒരേ ഒരു ഗ്രന്ഥമാകുന്ന ഈ ഭഗവാന്റെ ജ്ഞാനമാകുന്ന വേദാന്തങ്ങളാണ് നമുക്ക് മുന്നോട്ട് നമ്മളെ നയിക്കുന്നത്. നമുക്ക് ഒരു വിഷമവും ഇല്ലാതെ ആനന്ദമായിട്ട് സന്തോഷമായിട്ട് ഒരുപാട് ആയുരാരോഗ്യം നമുക്ക് ഉണ്ടാവില്ലെങ്കിൽ നമുക്ക് വിഷമിച്ച് ആധിയും വ്യാധിയായി പോകും. അതുകൊണ്ടാണ് എല്ലാ മക്കളോടും വേദമോദി പറയുന്നത്, നമ്മൾ ഭജിക്കൂ, ഭഗവാനെ ആരാധിക്കൂ, ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കൂ, അറിവ് നേടൂ. അറിവാണ് ഈശ്വരൻ. ഈശ്വരൻ അറിവാകുന്നു, അല്ലാതെ വേറൊന്നല്ല. അറിവ് വന്ന് വരുംതോറും നമ്മൾ തന്നെ ഈശ്വരൻ ഞാൻ തന്നെയാകുന്നു എന്ന് നമ്മൾ അറിഞ്ഞറിഞ്ഞ് വരും. അതുകൊണ്ട് തത്തൽ പുതിച്ചാതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. ഭോഗത്തിനായിക്കൊണ്ട് നമുക്ക് ഈ ലോക സുഖത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കണ്ട. പിന്നെ ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. നേരെ വാ നേരെ പോ. നേരെ നമുക്ക് വന്നു ചേരുന്നതാണോ ഭോഗങ്ങൾ, സുഖങ്ങൾ? അത് വർജിച്ച് കളയണ്ട, വേണ്ടാന്ന് വയ്ക്കണ്ട. ഈശ്വരൻ തരുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ജന്മങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണെന്ന് നമ്മൾ അതും മനസ്സിലാക്കുക. അപ്പോൾ അത് വേണ്ടാന്ന് വയ്ക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഈശ്വരൻ തരുന്നതാണ്. നമ്മൾ ചോദിച്ചത് വാങ്ങിക്കുക, വന്നു ചേരുന്നത് വർജിച്ച് കളയണ്ട, വേണ്ടാന്ന് വയ്ക്കണ്ട. അത് അനുഭവിക്കാൻ നമുക്ക് സന്തോഷമാണ്. ഈശ്വരൻ തരുന്നതാണല്ലോ, ഒന്നുകൊണ്ടും ഭയക്കണ്ട. പക്ഷേ ആഗ്രഹിക്കണ്ട. അത് വേണം ഇത് വേണം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കണ്ട. നേരെ വേണ്ടുന്നത് നേരെ ഭഗവാൻ തന്നുകൊള്ളും. അത് നേരെ വരുന്നതിനെ നമ്മൾ അംഗീകരിച്ച് അത് സ്വീകരിക്കുക. വ്യർത്ഥ ഓർത്തോളം വിഷാദ ഹർഷാദികൾ ചിത്തേ ശുഭ അശുഭകർമ്മ ഫലോദയേ. അതായത് ഇതൊക്കെ ഓർത്താൽ ഈ ദുഃഖം ദുരിതങ്ങളും തരുന്നത് മറ്റുള്ളവരാണ് എന്ന് നമ്മളിങ്ങനെ വ്യർത്ഥം, അത് ഇല്ലാത്തതാണ്. അത് വെറുതെ നമ്മളിങ്ങനെ ഓർത്ത് ദുഃഖിച്ചാൽ എന്ത് വരും? വിഷാദ ഹർഷാദികൾ, വിഷാദം കൂടി ചിത്തേ ശുഭ അശുഭ കർമ്മ ഫലോദയേ. അപ്പോൾ ഇതെല്ലാം മനസ്സിൻ്റെ ശുഭങ്ങളും അശുഭങ്ങളെല്ലാം കർമ്മം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ എന്ത് വരും? വ്യർത്ഥം ഓർത്തോളം നമ്മൾ ഓർത്തോർത്ത് വിഷമം ഉണ്ടാകും. കൂടുതൽ വിഷാദ ഹർഷാദികളുണ്ടാവും. മഴ പോലെ വന്ന് നമുക്ക് വിഷമം കൂടി വരും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ചിത്തേ വരുന്ന മനസ്സിൽ വരുന്ന ശുഭങ്ങളും അശുഭങ്ങളും കർമ്മഫലോദയം. അതാണ് നമ്മുടെ കർമ്മത്തിൻ്റെ കാരണം കൊണ്ടാണ് നമ്മുടെ ഈ ഫലങ്ങളിങ്ങനെ മനസ്സിൽ വരുന്നത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകത്തില്ല. വിഷമമാണ് കൂടുതൽ നമുക്ക് ഈ രോഗങ്ങളും വിഷമങ്ങളെല്ലാം ഉണ്ട് കൂടി വരുമ്പോൾ അസുഖങ്ങളും ആധിയും വ്യാധിയൊക്കെ വരുന്നത്. ആധിയാണ് പിന്നെ വ്യാധിയായി വരുന്നത്. അതുകൊണ്ട് മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യ ഉൽപ്പന്നം വിധിവിഹിതം സഖേ. ഇത് വിധിവിഹിതമാണ്. എന്താണ്? മർത്യദേഹം, നമ്മളെ ഈ മനുഷ്യദേഹം, മനുഷ്യവൃക്ഷം, മനുഷ്യനാകുന്ന നമ്മുടെ ഈ വൃക്ഷം പുണ്യപാപങ്ങളെ കൊണ്ട്. ഇപ്പം ഒരു മാവ് നട്ട് അതിലെന്താണ് ഫലം? അത് ഈ പഴം, മാങ്ങ അതാണ് എൻ്റെ ഫലം. ഒരു പ്ലാവിലും ചക്കയാണ് ഫലം. തെങ്ങ്, അതിനകത്ത് ആ വർഷത്തിൽ എന്താ? തെങ്ങ്, കരിക്കും തേങ്ങ, ഇതൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ. മനുഷ്യദേഹത്തിൽ എന്താണ് ഫലം? രണ്ട് ഫലമുണ്ട്. അത് പുണ്യവും പാപമാണ്. നമ്മളൊരു വൃക്ഷമാണ്. തെങ്ങ് എങ്ങനെയാ അത് ഫലം തരുന്നത്? അതുപോലെ തന്നെയാണ് മനുഷ്യ വൃക്ഷത്തിനകത്ത് പുണ്യപാപങ്ങളാണ് നമ്മുടെ ഫലം. അതിന് നമുക്ക് എന്താ വേണ്ടത് നമ്മൾ തീരുമാനിക്കണം. ഇനിയെങ്കിലും അതിൽ പുണ്യമാണോ വേണ്ടുന്നത്, പാപമാണോ, അതോ രണ്ടും കൂടാണോ? ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ കഴിയാമെങ്കിൽ രണ്ട് ഫലത്തിൽ ഏത് വേണം നമുക്ക് തീരുമാനിക്കാം. നമ്മളാണ് ഫലം ഉണ്ടാക്കുന്നത്. നല്ല ഫലം വേണമെങ്കിൽ നമ്മൾ നന്മ ചെയ്യണം. നന്മ വിതച്ചാലേ നന്മ കൊയ്യാൻ പറ്റൂ. തിന്മ വിതച്ചാൽ അവിടെ തിന്മ തന്നെ കൊയ്യും. നന്മയും തിന്മയും ചേർത്ത് വിതച്ചാലോ അത് രണ്ടും കൂടെ തന്നെ കിട്ടും. പുണ്യവും പാപവും. അതാണ് നമ്മൾ ചിലർ നമ്മൾ പറയത്തില്ലയോ, അയ്യോ അവർക്ക് ഒരു ദോഷവും വരില്ല, ഒരു ദുഃഖവും ഇല്ല, ഒരു ആപത്തും ഇല്ല, അവർക്ക് എന്നും ഒരുപോലെ. എന്താ കാരണം? അവർ കഴിഞ്ഞ ജന്മം നല്ല പ്രവൃത്തി മാത്രമേ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ്. രണ്ടും കൂടെ ഇടകലർന്ന് ചെയ്താൽ എന്ത് വരും? ദുഃഖം കഴിയുമ്പോൾ സുഖം വരും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു സുഖത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ദുഃഖം അങ്ങനെയും വന്നുകൊണ്ടിരിക്കും. രണ്ട് ഇടകലർന്നും വരും, വെള്ളത്തിലെ ചെളി പോലെ. അതിവിടെ പറയുന്നുണ്ട്. അപ്പം മർത്യദേഹം, മനുഷ്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യ ഉൽപ്പന്നം വിധിവിഹിതം സഖേ. കൂട്ടുകാരാ, സുഹൃത്തെ, ഇതാണ് കാരണം. അതുകൊണ്ട് നമ്മുടെ മർത്യദേഹം
ഈ ഫലം രണ്ടും ഉണ്ട്. രാത്രിയും പകലും പോലെ ഉണ്ട്. സാധാരണക്കാർ നമ്മളെപ്പോലുള്ള അതേസമയം ഒരു പുണ്യാത്മാവായിട്ട് കഴിഞ്ഞ ജന്മം നല്ല പ്രവൃത്തി ചെയ്തു വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ഈ ജന്മം വരും ജന്മങ്ങളിൽ നല്ലൊരു ജീവിതം വേണമെന്ന് അവർ ആഗ്രഹിച്ചു കാണും. അവർ നല്ല മാളിക മെത്തയിലൊക്കെ കിടന്ന് ആനന്ദമായിട്ട് അവർക്ക് ഒരു ദുരിതമില്ലാതെ നല്ല ഭാഗ്യവാനായിട്ടും ഭാഗ്യവതികളായിട്ടും എത്രയോ സ്ഥലങ്ങളിൽ നമുക്കറിയാം. ഒരു ദോഷവും ഇല്ലാതെ മനസ്സിനൊക്കെ ആനന്ദമായിട്ട് കഴിയുന്നുണ്ട്. അത് അവരുടെ നന്മ പ്രവൃത്തി കൊണ്ടാണ്. അതാണ് അവരുടെ വിധിവിഹിതം. അതവർക്ക് അനുഭവിക്കണ്ടേ? നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സാധാരണക്കാരായ നമ്മൾ വിചാരിക്കും, ഇതൊക്കെ വെറുതെയാണ്, പഠിച്ചിട്ടൊന്നും കാര്യമില്ല, എന്തെങ്കിലും വന്നതൊക്കെ തിന്നും കുടിച്ചും കർമ്മങ്ങളൊക്കെ ചെയ്തെങ്കിൽ പോകാം. പക്ഷെ അത് പാപമായിരിക്കും കൂടുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. എന്താ തിന്നുന്നതും കുടിക്കുന്നതും? കൊന്നു കഴിക്കുന്നത് ജീവജാലങ്ങളുണ്ട്. പിന്നെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമെല്ലാം പാപങ്ങൾ പറഞ്ഞും ചിന്തിച്ചും പ്രവർത്തിച്ചും പാപങ്ങൾ അങ്ങനെയും ചെയ്യുന്നുണ്ട്. മനസ്സുകൊണ്ട് അവൻ ദുഷ്ടനാ, മനസ്സുകൊണ്ട് ചിന്തിക്കാം, അവൻ അങ്ങനെ വേണം, അത് പാപമല്ലേ? അതുപോലെ പറയും ചിലരെ നിരപരാധികളെ നമ്മൾ എന്തൊക്കെയാ പറയാ, അങ്ങനെയും പാപം ചെയ്യും. ഇപ്പം ഏതെങ്കിലും ഒരു പുണ്യാത്മാവിനെ പറ്റി കുറ്റം പറഞ്ഞാൽ അത് പാപമല്ലേ? അതുകൊണ്ടാണ് ഒരു പുണ്യാത്മാവ് എങ്ങനെയാ ആയിക്കോട്ടെ, നമുക്കെന്ത് വേണം, നമുക്ക് അറിയില്ലല്ലോ. ചിലർ പറയും ഇന്ന തിന്നാരോ, അത് മഹാ കബളിപ്പ. നമുക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് നല്ല ഒരു ആത്മാവാണെങ്കിൽ നമുക്ക് ദോഷമല്ലേ, പാപമല്ലേ? ഇങ്ങനെ ഓരോന്നിലും ഉണ്ട് പാപപുണ്യങ്ങൾ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ പാപങ്ങളാണ്. അപ്പോൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നന്മയുണ്ട്, തിന്മയുണ്ട്. ഇത് ഏറിയിരിക്കുമ്പോൾ നമുക്ക് പാപം കൂടുതലായിട്ട് വരുമ്പോഴാണ് എന്നും ദുഃഖമായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മുടെ ഭൂമിയിൽ വരുമ്പോൾ. അതുകൊണ്ട് സൗഖ്യ ദുഃഖങ്ങൾ സഹജം ഏവർക്കുമേ. ഈ സുഖവും ദുഃഖവും എല്ലാം സഹജമാണ് സാധാരണ നമുക്ക്. അതുകൊണ്ട് ഏവർക്കും ഉള്ളതാണ്, അത് നീക്കാവതല്ല. അസുരന്മാരായാലും, കാരണം ദേവന്മാർക്കും അസുരന്മാർക്കും ലോകേ സുഖ അനന്തരം ദുഃഖമായി വരും ആകുലമില്ല. ദുഃഖ അനന്തര സുഖം വരും. നമുക്ക് വിഷമിക്കണ്ട. ദുഃഖം കഴിയുമ്പോൾ സുഖം വരും, സുഖം കഴിയുമ്പോൾ ദുഃഖം വരും. ഇത് നമുക്ക് അതുകൊണ്ട് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്ത് ഇനിയെങ്കിലും അങ്ങോട്ട് പോകപ്പോകെ നന്മകൾ ഇത് പഠിച്ചെങ്കിലല്ലേ നമ്മൾ ചെയ്യാൻ പറ്റൂ. പഠിക്കാതിരുന്നാൽ എങ്ങനെയാണ്? ഇത് അറിയണം നമ്മൾ. എന്തിനാണ് നമ്മൾ മാത്രം അറിയാതിരിക്കുന്ന ഹിന്ദുക്കൾ? ബാക്കി എല്ലാവർക്കും പഠിക്കുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ച് പഠിച്ചിട്ടും കാര്യമില്ല, ചിലർ ചെയ്യത്തില്ല. ചെയ്യാനോടൊരു അവർക്ക് അനുഭവം. ചെവിയുള്ളവൻ കേൾക്കട്ടെ. എത്രമാത്രം വേദാന്തം ഓതിയാലും ചെവി കയറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ ഹൃദയത്തിൽ അത് വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ വായിക്കാൻ പഠിക്കാന്നല്ലാതെ ഒന്നും പ്രവൃത്തിയിൽ വന്നില്ലെങ്കിൽ ഒരു ഫലവും ഇല്ല. പ്രവൃത്തിയിലാക്കുന്നതാണ് ഫലം. അതുകൊണ്ട് സൗഖ്യ ദുഃഖങ്ങൾ സഹജം ഏവർക്കുമേ, നീക്കാവതല്ല. അസുരന്മാരായാലും ലോകേ സുഖ അനന്തരം ദുഃഖമായി വരും. സുഖം കഴിയുമ്പോൾ ദുഃഖം വരും. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട, ആകുലമില്ല. ദുഃഖത്തിൻ്റെ ഒടുക്കം സുഖവും വരും. അപ്പോൾ ദുഃഖം അങ്ങോട്ട് മാറുമ്പോൾ സുഖം വരും, സുഖം മാറുമ്പോൾ ദുഃഖം വരും. ഇങ്ങനെ അതുകൊണ്ട് വിഷമിക്കേണ്ട, ആകുലമില്ല. നൂനം ദിനരാത്രി പോലെ ഗതാഗതം. രാത്രി വന്ന് പോയി, പകൽ വന്ന് പോയി. രാത്രി വന്ന് പോകുമ്പം പകൽ വരും. അതുപോലെ ഗതാഗതം പോയി വരും. ഒരു വണ്ടി കിഴക്കോട്ട് പോയിട്ട് മേലോട്ട് അല്ലെങ്കിൽ കൊല്ലത്തുനിന്ന് കുളത്തൂപ്പുഴയ്ക്ക് പോയിട്ട് അത് തിരിച്ചു പോകുന്നത് പോലെ, അതുപോലെ നൂനം ദിനരാത്രി പോലെ ഗതാഗതം. രാത്രി വന്നു പോകുമ്പോൾ അടുത്തത് വരും. എന്താ? സുഖം. രാത്രി ഇരുട്ടാണല്ലോ, അതാണല്ലോ അന്ധത, അതാണല്ലോ പാപം. അപ്പം രാത്രി പാപമാണെങ്കിൽ രാത്രി വന്നിട്ട് പോയിട്ട് സുഖം, നന്മ വരും. അങ്ങനെ വന്നും പോയി നിൽക്കും. അതുകൊണ്ട് വിഷമിക്കണ്ട. മാനസേ ചിന്തിക്കില്ല, അത്രയുമല്ലടോ. അതുമാത്രവുമല്ല, ദുഃഖമധ്യേ സുഖമായും വരും. പിന്നെ ദുഃഖം സുഖമധ്യസ്ഥമായും വരും. അതായത് ഇപ്പം എനിക്കൊരു ദുഃഖം തുടങ്ങി, അതൊരു 10 വർഷത്തേക്കുണ്ടെന്ന് കൂട്ടിക്കോ. പക്ഷെ ഇതിനിടയ്ക്ക് സുഖങ്ങൾ 2-3 ദിവസം നന്മ വരുമ്പോൾ ഉടനെ ഒരു വിഷമം വരും. അങ്ങനെയും വരും. അതായത് സുഖം വരുമ്പോൾ അതിൻ്റെ ആ സുഖം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ദുഃഖങ്ങളും കൂടെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. കാരണം എനിക്ക് 10 ദിവസം നന്മ വന്നു, ഉടനെ കണ്ടില്ലയോ അടുത്ത ദുഃഖം വന്ന്, ഇങ്ങനെ പറയാറുണ്ടല്ലോ. അതുപോലെ ചിലപ്പം 5 വർഷത്തേക്കൊക്കെ നന്മ തന്നെ ആയിരിക്കും, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ദോഷം ഉണ്ടാകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദുഃഖമധ്യേ സുഖമായും വരും. പിന്നെ ദുഃഖം സുഖമധ്യസ്ഥമായും വരും. സുഖത്തിനിടയ്ക്ക് ദുഃഖവും വരും, ദുഃഖത്തിൻ്റെ ഇടയ്ക്ക് സുഖവും വരുന്നുണ്ട്. ദുഃഖം 10 വർഷത്തേക്ക് ദുഃഖമാണെങ്കിൽ ഇടയ്ക്ക് നന്മ സുഖങ്ങൾ വരുന്നുണ്ട് ഇടകലർന്ന്. അതുകൊണ്ട് ദുഃഖത്തിൻ്റെ ഇടയ്ക്ക് സുഖവും വരും, സുഖത്തിനിടയ്ക്ക് ദുഃഖവും വരും. അത് രണ്ടും അന്യോന്യ സംയുക്തമായ ഏവനുമുണ്ട്. ജലഭംഗമെന്ന പോലെ സഖേ, ജലത്തിൽ ചെളി പോലെ രണ്ടും കൂടെ അങ്ങ് കിടക്കുക. സുഖവും ദുഃഖവും ചേർന്നും കിടക്കുക. കാരണം ഇന്ന് നമ്മൾ ഒരു ദിവസം തന്നെ നമ്മൾ പാവവും പുണ്യം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നന്നായി കുറേ പ്രാർത്ഥിച്ച് ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ആ സമയം തന്നെ വൈകുന്നേരം ആകുമ്പോൾ കുറേ പാവമോടങ്ങ് ചെയ്യും. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളിന്ന് നല്ല അമ്പലത്തിൽ പോയി നന്നായി പ്രാർത്ഥിച്ച് ആനന്ദമായിട്ടൊക്കെ നമ്മൾ ചെരുപ്പൊക്കെ ഊരി വെളിക്കിട്ടിട്ടാണല്ലോ കയറി പോയി പ്രാർത്ഥിക്കുന്നത്.
പ്രാർത്ഥിച്ച് വെളിയിലോട്ട് ഇറങ്ങി അവിടെ നിൽക്കുമ്പോൾ നല്ലതായിട്ടൊക്കെ പ്രാർത്ഥന, ഈശ്വരാ ഞാൻ ഒരു തെറ്റും ചെയ്യത്തില്ലേ എന്നൊക്കെ പറയും. പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ചെരുപ്പെടുത്ത് കാലിലിടുന്നത് പോലെ കുറേ തെറ്റുകളോടങ്ങ് ചെയ്തിട്ടാണ് വഴുതികളെ വരുന്നത്. കാരണം എന്താ തെറ്റ്? അവർ നമ്മുടെ കൂടെ കുറേ സുഹൃത്തുക്കൾ കാണും, അവരോടൊത്തിരുന്ന് പലരെ അസൂയപ്പെടുത്തി അവളോ പിന്നെ ലോകകാര്യമായിരിക്കും പറയുന്നത്. അമ്പലത്തിൽ നന്നായി പ്രാർത്ഥിച്ച് ഞാൻ നല്ലവളാണ് അങ്ങനെ ഇങ്ങനെ നല്ല കരഞ്ഞും പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കും, ഞാൻ ഇനി തെറ്റൊന്നും ചെയ്യില്ല. പക്ഷേ പെട്ടെന്ന് ആ മനസ്സ് തിരിയുന്നത് ഊരിയിട്ട ചെരുപ്പെടുത്ത് കാലിലിടുന്നത് പോലെയാണ്. തിരിഞ്ഞിങ്ങോട്ട് വന്നിട്ട് വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് 10 പേരെ ദുഷിച്ചിട്ടായിരിക്കും കയറി വീട്ടിലോട്ട് പോകുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ എന്ത് വരും? അമ്പലത്തിൽ പോയി തൊഴുതതിൻ്റെ ഒരു സുഖം ഒരു ദിവസം കിട്ടിയാൽ ഒരു ദിവസം കിട്ടത്തില്ല, അതിനിടയ്ക്കൂടെ തന്നെ ദുഃഖവും വരും. അതുപോലെയാണ് 10 വർഷം നമുക്ക് നന്മ തന്നെയാണെങ്കിൽ അതിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ദോഷം സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ തന്നെ അതിനും കാരണക്കാരുകൾ. നന്മ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രാവിലെ എണീച്ച് ഇന്നലെ വ്രതം നിന്ന് രാവിലെ ഞായറാഴ്ച രാവിലെ പൊങ്കാല കെട്ട് ആദിത്യഭവൻ നമസ്കരിച്ച് എല്ലാം കരഞ്ഞും വിളിച്ചും പറഞ്ഞും പ്രാർത്ഥിച്ച്, ഭഗവാനെ എൻ്റെ തെറ്റുകൾ പൊറുക്കണേ, എൻ്റെ മക്കൾക്ക് ജോലിയാകണേ, എനിക്ക് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് ദൈവം എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കും. അത് കഴിഞ്ഞ് പൊങ്കാലച്ചോറെല്ലാം എല്ലാവരും കഴിച്ച് പങ്കിട്ട് അങ്ങോട്ട് ചെയ്യുമ്പോൾ വേണ്ടാത്ത ചിന്തകളും കൊണ്ട് മനസ്സിൽ വരും. എന്താ കാരണം? ഉള്ളിലിരിപ്പ് അങ്ങനെ അല്ലയോ? നന്മ ഉള്ളിടത്തല്ലേ നന്മ ഇരിക്കൂ. ഉടനെ ഉള്ളിൽ നന്മ അങ്ങ് മാറ്റണം, തിന്മ അങ്ങ് കയറും അകത്ത്. ഇതെല്ലാം ഈ ലോകത്തെ സഹജങ്ങളാണ്. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ വിദ്യ വേണം, ഒരു വിദ്വാനാകണം, ജ്ഞാനിയാകണം. നല്ല പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കിയത് പ്രവൃത്തിയിലാക്കുമ്പോഴാണ് നമുക്ക് എല്ലാം മനസ്സിലാകുമ്പോൾ അയ്യോ ഇത് പാടില്ല, ആരെയും ദുഷിച്ചുകൂടാ, ആരെയും വഴക്ക് പറഞ്ഞുകൂടാ, മനസ്സാവാച കർമ്മണ തെറ്റ് ചെയ്തുകൂടാ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറു തെറ്റ് ചെയ്തു പോകും. അതുകൊണ്ടാണല്ലോ നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ച് തന്നെ വരുന്നത്, കർമ്മത്തിനാണല്ലോ വരുന്നത്. അപ്പോൾ അതിൽ ദുഃഖവും സുഖവും പറഞ്ഞിട്ട് അതുകൊണ്ട് വിഷമിക്കേണ്ട. ഇത് ജലത്തിലെ പങ്കം എന്ന പോലെ സഖേ, ഇത് ജലത്തിലെ ചെളി എങ്ങനെ അതുപോലെയാണെന്നാണ് ഇവിടെ ലക്ഷ്മണൻ ഉപദേശം ഈ ഗുഹന് കൊടുക്കുന്നത്. ആ രാത്രി മൊത്തവും ഇതാണ് പറച്ചിൽ. ഗുഹന് അത്ര ഒരു ഭാഗ്യം കിട്ടി ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഗുഹനൊരു ഭക്തനായതുകൊണ്ട് അതും കർമ്മം ചെയ്ത് വെച്ചിട്ടാണ് ലക്ഷ്മണനെ കണ്ടു കിട്ടിയത്. അല്ലെങ്കിൽ ഇതറിയാൻ പറ്റുമോ? മന്ധരയും കൈകയും തെറ്റുകാരെന്നല്ലേ അയാൾ മരിക്കുവോളം ചിന്തിച്ചുകൊണ്ടിരിക്കുള്ളൂ. വല്ല കാര്യമുണ്ടോ? അവരവർ ചെയ്യുന്നതാണ് അനുഭവിക്കുന്നത് മനസ്സിലാക്കാൻ ലക്ഷ്മണൻ പറഞ്ഞു കൊടുക്കുന്നു ആ ഉപദേശങ്ങൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമുക്ക് ആരും ദോഷവും സുഖവും നന്മയും ദോഷമൊന്നും ആരും വരുത്തുന്നതല്ല, നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണക്കാരുകൾ. അതുകൊണ്ട് നമുക്ക് സന്തോഷിച്ചായിട്ട് വരുന്നതെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് കൈ കിട്ടുന്നതെല്ലാം അനുഭവിച്ച് സുഖത്തിനെ അനുഭവിക്കുക, ദുഃഖവും അനുഭവിച്ച് തീർക്കുക. അതേ മാർഗമുള്ളൂ. വരും ദിനങ്ങളിൽ ഇനി അങ്ങോട്ടുള്ള കാലത്തെങ്കിലും നമുക്ക് നന്മ ചെയ്ത് പ്രവൃത്തിയിലാക്കാം. അതാണ് നമുക്ക് വേണം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോക സമസ്ത സുഖനോഭവം. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരുപാട് വായിക്കാനൊത്തില്ല, അത് സാരമില്ല. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു. ഇതിൽ ഒരാളെങ്കിലും ഇത് കേട്ട് അത് പ്രവൃത്തിയിലാക്കുമെങ്കിൽ ഞാൻ ഭാഗ്യവതിയാവും. കാരണം ഒരാളെങ്കിലും ഒരു ആത്മാവിനെങ്കിലും നേടാമെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഭഗവാൻ പറയും, നീ ഒരാളെ നേടി സമ്പത്ത് അവിടേക്ക് കൊണ്ടുപോകാൻ. എനിക്ക് ഒരു സമ്പത്ത് കിട്ടിയാൽ അതെൻ്റെ ഭാഗ്യമാണ്. എൻ്റെ ഭഗവാൻ അവിടെ ചെല്ലുമ്പം ചോദിക്കും, നീ എത്ര പേരെ നേടി? അവിടെ അറിയും, ഞാൻ അറിയാതെ തന്നെ അവിടെ അറിയും. നീ ഇന്ന ആളുടെ നീ നന്നാക്കി എടുത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കവിടെ എന്ത് കിട്ടും? ഭഗവാന്റെ അനുഗ്രഹമൊക്കെ എനിക്കവിടെ കിട്ടും. വേണമെങ്കിൽ എനിക്ക് ഇനിയൊരു ജന്മം വേണ്ടാന്ന് വെച്ചാൽ പോലും എന്നെ ചിലപ്പോൾ അവിടുന്ന് ഭഗവാൻ പറയും, നീ ഇനിയും ഭൂമിയിലേക്ക് പോകണം, ഇതിൻ്റെ ബാക്കി ഇനിയും പറഞ്ഞു കൊടുക്കണം അവർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമല്ലേ അങ്ങനെ ഒരു ജന്മം കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഭാഗ്യമല്ലേ. എല്ലാ മക്കളും ഇത് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കുക, എല്ലാം നന്മ പ്രവർത്തിക്കുക. എന്തിനാ ഈ ലോക ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഈശ്വരനെ അറിയുക. എല്ലാം വേണം, ഭോഗസുഖങ്ങളൊക്കെ ഇല്ലെന്നല്ല, വേണ്ടെന്നല്ല, എല്ലാം വേണം. പക്ഷേ ഒന്നാം സ്ഥാനം ഈശ്വരന് കൊടുത്തിട്ട് അറിവ് നേടുക. അറിവ് നേടിയിട്ട് അത് പ്രവൃത്തിയിലാക്കുക. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.